ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ ബോർഡ് അംഗങ്ങളുടെ കൂടി അറിവോടെയെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ. ബോർഡിന് ഇക്കാര്യത്തിൽ കൂട്ടുത്തരവാദിത്തമാണുള്ളതെന്നും കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ എ പത്മകുമാർ ചൂണ്ടിക്കാട്ടി. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് 2019 ഇതിന്റെ ഉത്തരവാദിത്വം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് മാത്രമെന്നായിരുന്നു ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന എൻ വിജയകുമാറും കെ പി ശങ്കർദാസും അന്വേഷണ സംഘത്തിന് നൽകിയിരുന്ന മൊഴി. ഇതിനെ പൂർണ്ണമായും തള്ളുകയാണ് എ പത്മകുമാർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ ബോർഡ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്. അന്നത്തെ ബോർഡ് അംഗങ്ങൾക്കും ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു. പിന്നെ താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്നാണ് പത്മകുമാറിന്റെ ചോദ്യം. സ്വർണ്ണപ്പാളികളെ രേഖകളിൽ ഉദ്യോഗസ്ഥർ പിച്ചള എന്നാണ് എഴുതിയത്. ചെമ്പെന്ന് രേഖപ്പെടുത്താൻ താൻ ആവശ്യപ്പെട്ടു. അടിസ്ഥാന ലോഹം ചെമ്പായതിനാലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയതെന്നാണ് പത്മകുമാർ വിശദീകരിക്കുന്നത്. സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയതിൽ തെറ്റുണ്ടായിരുന്നെങ്കിൽ ബോർഡ് അംഗങ്ങൾക്ക് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കാമായിരുന്നുവെന്നും പത്മകുമാർ വിശദീകരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. മീഡിയ 1 തിരുവനന്തപുരം.